ഇനി നമുക്ക് അവിടെ അറിയേണ്ടത് ഇക്ബാൽ, ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംബന്ധിച്ചുള്ള ഡോക്ടേഴ്സിന്റെ പാനലിന്റെ റിപ്പോർട്ടാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഇവിടെ ഈ മദ്യവിൽപ്പന നടത്തിയ കണ്ണുക്കുട്ടി എന്നറിയപ്പെടുന്ന ഗോവിന്ദരാജ്, ഈ ഗോവിന്ദരാജിൽ നിന്ന് 200 ലിറ്റർ മദ്യം പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ സാമ്പിളിൽ മെഥനോൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സർക്കാരിന്റെ പരിശോധനയിൽ കണ്ടെത്തിയതാണ്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി വി വേലു തന്നെ സ്ഥിരീകരിക്കുന്നത് നമ്മൾ കാണുന്നുമുണ്ട്. ഈ ഇപ്പോൾ ഇക്ബാൽ നിൽക്കുന്ന പ്രദേശത്തെ ആളുകൾ, നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ, ദിവസക്കൂലിക്ക് ജോലിക്ക് പോയിരുന്ന ആളുകളാണ് ഈ മദ്യം കഴിച്ചത്. അപ്പോൾ ഇവർക്ക് കൃത്യമായി ഈ മദ്യവിൽപ്പന നൽകിയിരുന്ന ആൾക്ക്, കണ്ണുക്കുട്ടി എന്ന ഗോവിന്ദരാജിന് CBCID അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ടത് അയാൾക്ക് സപ്ലൈ ചെയ്തിരുന്ന ആ ചെയിൻ ഏതാണ്, ആ ചെയിനിലേക്ക് അന്വേഷണം പോവുകയാണെങ്കിൽ കള്ളക്കുറിച്ചിയിൽ കരുണാപുരത്ത് വ്യാജമദ്യം ഒഴുക്കിയ ആ മാഫിയ തലവൻ ആരാണ് എന്നതിലേക്ക് കൃത്യമായ അന്വേഷണം എത്തും. ആ രീതിയിൽ പോകുന്ന ഒരു സാധ്യത നമുക്കവിടെ കാണാൻ കഴിയുമോ? അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് ഇതിന്റെ ഉറവിടത്തിലേക്ക് അന്വേഷണം എത്തില്ല എന്നല്ലേ ഇക്ബാൽ? അതെ, തീർച്ചയായും സുജിയ. ഇപ്പോൾ അല്പസമയം മുമ്പ് അവരുടെ ബന്ധുക്കൾ പറഞ്ഞത് തങ്ങൾ നിരവധി തവണ പോലീസിൽ ആരാണ് ഈ മദ്യം വിൽക്കുന്നതെന്ന് കാണിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു. പക്ഷേ അന്നൊന്നും പോലീസ് കൃത്യമായി ഒരു നടപടി സ്വീകരിച്ചില്ല. ഈ മദ്യം വിൽക്കുന്ന ആളുകളിൽ നിന്ന് കൈക്കൂലി ഉൾപ്പെടെ വാങ്ങിക്കൊണ്ട് പരാതി പറയാൻ എത്തുന്ന ആളുകളെ പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കരുണാപുരത്തും അതേപോലെ തന്നെ കല്ലക്കുറിച്ചിയിലും ഉണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സുജിയ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ 10 പേരാണ് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇതിൽ 2 സ്ത്രീകളുണ്ട്. ഈ കണ്ണുക്കുട്ടി എന്ന് പറയുന്ന ഗോവിന്ദരാജിൻ്റെ കയ്യിൽ നിന്ന് 200 ലിറ്റർ ഈ മെഥനോൾ അടങ്ങുന്ന മദ്യമാണ് പിടികൂടിയെങ്കിൽ ഈ 10 പേരിൽ നിന്നും മൊത്തം 900 ലിറ്റർ ഈ വ്യാജ മദ്യം ഇതുവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പോലീസും CBCIDയും അന്വേഷിച്ച് വരുന്നത് ആരാണ് ഇവർക്ക് ഈ മദ്യത്തിൽ കലർത്താനുള്ള മെഥനോൾ എത്തിച്ചു നൽകിയിരുന്നു എന്നാണ്. ഈ നിലവിൽ ഈ കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിനും CBCIDക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പുതുച്ചേരിയിലുള്ള ചില ആളുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് വലിയൊരു മാഫിയ തന്നെ ഇതിന് പിന്നിലുണ്ട്. അത് പുതുച്ചേരിയിലുള്ള ചില ആളുകളുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് പോലീസിനും CBCIDക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.